ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു വിജയലക്ഷ്മിയോട് സംസാരിച്ചിട്ട് വരിക. അപ്പോഴേക്കും ഓംലെറ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കണം കേട്ടോ. വെജിറ്റബിളൊക്കെ മുറിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഗീതു ചോദിക്കുക, എല്ലാം റെഡിയായോ? അതെ, എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് തമിഴ് മലയാളത്തിൽ പറഞ്ഞുതരാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു തന്നു. ഹായ്, ഞാനും ആ വഴിക്ക് തന്നെ ചിന്തിച്ചത്. എന്നാ ഇപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ചൂടാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രാധിക, എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും ശരിയാവുമെന്ന്. കടലമാവ് കൊണ്ടൊരു ദോശ, അതിൽ കുറച്ച് പച്ചക്കറി ഇട്ട ഓംപ്ലേറ്റ് ആകുമെന്ന് പോലും. അതെ, ഒരു കാര്യം ചെയ്, എനിക്കും വേണം. ഞാനും ഇന്ന് അത് തന്നെ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജുവിൻ്റെ രേഖയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം രാധിക, അങ്ങനെ ഈ 3 ഗർഭിണികളെ കൊണ്ടും ഞാൻ ഇന്നത് കഴിപ്പിക്കില്ല. കൊതി വന്ന് 3 വയറുവേദന എടുത്ത് ഛർദ്ദിച്ച് ഒരു വഴിയാകണം. അതിനെന്താ ആ വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം രാധിക കാഞ്ചനയെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ച് വിളിക്കുക. അപ്പോൾ നമ്മുടെ കാഞ്ചന ചോദിക്കുക, എന്താ മാമേ ഒന്ന് വാടി. അപ്പോൾ കാഞ്ചന അങ്ങോട്ട് ചെല്ലുക. ഇത് കണ്ട രഞ്ജു നമ്മുടെ കാഞ്ചനയുടെ പിന്നാലെ അങ്ങ് പോവുക. എന്നിട്ട് രേഖ ഓംപ്ലേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ രാധിക, അതെ, അവർ 3 പേരും കൂടെ ഓംപ്ലേറ്റ് ഉണ്ടാക്കുക ഭയങ്കര കൊതിയോടെ. നീ ഒരു കാര്യം ചെയ്യണം, അവർ ഓംപ്ലേറ്റ് ഉണ്ടാക്കും തോറും നമ്മളൊക്കെ കഴിച്ച് തീർക്കണം. നമ്മുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അയ്യപ്പനെയും ഷിബുവിനെയും വിളിച്ചുകൊണ്ട് വരണം. അവർ 2 പേരും വന്നു കഴിഞ്ഞ് അവരും കഴിക്കണം. എല്ലാവരും കഴിച്ച് മാവ് മുഴുവനും മുട്ടയിടിച്ച് തീർത്തതിന് ശേഷം മാത്രമേ അവർക്കില്ലാത്ത കാര്യം ഗോവിന്ദ് അറിയാവൂ. മനസ്സിലായല്ലോ? അത് കേട്ടതും രഞ്ജു, അപ്പം ഇതാണല്ലേ പരിപാടി. രാധികാമ്മയ്ക്ക് എന്തൊരു ദുഷിച്ച മനസ്സാ. എന്നാലും ഗർഭിണികളായ ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കാതെ തനിച്ച് തിന്നണമെന്ന് ആഗ്രഹം. സമ്മതിക്കില്ല രാധികാമ്മ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഗീതവും രേഖയച്ചും ഒന്നും വയറുവേനെടുത്തിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അടുക്കളയിലേക്ക് ചെല്ലുക. ഈ സമയമാണെങ്കിൽ രാധികാമ്മ ഒന്നും അറിയാത്തോലിരുന്ന് ഓംപ്ലേറ്റ് കഴിക്കുക. അപ്പോൾ പ്രിയം കഴിക്കുകയാണ്. അങ്ങനെ അപ്പോൾ രാധികാമ്മ, പിന്നെ കടലമാവിട്ടൊരു ദോശ, കടലമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് അത് ഓംപ്ലേറ്റ് ആണ് പോലും, ഒരു ഗുണമില്ല. അപ്പം നമ്മുടെ പ്രിയ, ആര് പറഞ്ഞു ഗുണമില്ല എന്ന്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അമ്മയ്ക്ക് തോന്നുന്നതാ, ഈ അമ്മയ്ക്ക് കുശുമ്പ, അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നേ. ഒന്ന് പോ മോളെ, ദേ ഞാൻ പറയുന്ന സത്യ, ഇത് കടലമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയേക്കുന്നത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം രേഖ ഓംപ്ലേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ രേഖച്ചി കൊണ്ട് രാധികാമ്മയ്ക്ക് കൊടുത്തിട്ട് വാ, ഞാനുണ്ടാക്കാം എന്നും പറഞ്ഞ് രഞ്ജു. ശരി രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് രേഖ പ്ലേറ്റിൽ ഓംപ്ലേറ്റ് എടുത്തിട്ട് രാധികാമ്മയ്ക്ക് കൊടുക്കാനായിട്ട് അങ്ങ് പോവുക. ഈ സമയം രഞ്ജു പെട്ടെന്ന് തന്നെ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മാവ് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചതിന് ശേഷം അത് അപ്പുറത്തെ ഇതിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട്, രാധികാമ്മേ, നിങ്ങളുടെ ഒരടവും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. എനിക്കറിയാം, നിങ്ങൾ തോടിയാടിയാലേ ഞാൻ 6 ചാടും എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അവിടെ നിന്ന് ചൂടുക. അപ്പോൾ പ്രിയ വരിക, ഇങ്ങ കൊണ്ട രഞ്ജു, ഞാൻ ചൂടാം. വേണ്ട മോളെ, നീ അടുപ്പിൻ്റെ വീട്ടിലേക്കൊന്നും അധികം വരണ്ട. അത് കേട്ടതും, സാരല്ലേ രഞ്ജു, ഞാനും ഇതൊക്കെ പഠിക്കട്ടെ. അധികം വൈകാതെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ. അവിടെ ചെന്ന് അമ്മയെ സഹായിക്കണം. ഇനി വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല. അമ്മയെ പണിയെടുപ്പിക്കാൻ പറ്റില്ല, പാവം. അസുഖമൊക്കെ വന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ. അത് ശരിയാ, എന്നാ മോള് ചെയ്തോ എന്നും പറഞ്ഞ് പ്രിയയോട് പറയണം. അങ്ങനെ രഞ്ജു അവിടെ നിന്ന് പതുങ്ങി ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ നമ്മുടെ വരുൺ, ഇതെന്താ ഇവള് പതുങ്ങി ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നേ? എന്തായാലും അവരെന്താ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാം എന്നും പറഞ്ഞ് ഒളിഞ്ഞു നിൽക്കുക. അപ്പോൾ ഗീതുവിനോട് രഞ്ജു, ഗീതു, എന്താ രഞ്ജു? ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ രഞ്ജു? അപ്പോൾ വരുൺ, എന്തായിരിക്കും ആ കാര്യം? അതെ, ഞാനിപ്പോൾ രാധികാമ്മയും കാഞ്ചനയും സംസാരിക്കുന്നത് കേട്ടു. എല്ലാവരും ഓംപ്ലേറ്റ് തിന്നു കഴിയുമ്പോൾ മാവ് മുഴുവനും തീർക്കണം, എന്നിട്ട് നമ്മൾ ഓംപ്ലേറ്റ് തിന്നാൻ പാടില്ല എന്നാ രാധികാമ്മ കാഞ്ചനയോട് പറഞ്ഞിരിക്കുന്നേ. ആ വൃത്തികെട്ട സ്ത്രീ എന്തൊക്കെയാ ചിന്തിക്കുന്നത്? അവരെ ഞാൻ കൊല്ലും. എനിക്കിന്ന് കൊതിമൂത്തിരിക്കുക. ഓംപ്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ രാധികാമ്മയെയും കാഞ്ചനാക്കയെയും പിന്നെ പാഷാണത്തിൽ കൃമിയായ വരുണേട്ടനെയും ഞാൻ കൊല്ലും. എൻ്റെ ഈശ്വര, ഞാൻ എന്ത് പഴിച്ചിട്ടാ ഇവൾ എന്നെ കൊല്ലുമെന്ന് പറയുന്നേ? പേടിക്കണ്ട ഗീതു, അങ്ങനെ മാവ് തീരില്ലല്ലോ. അതെന്താ രഞ്ജു? മാവ് തീരാതിരിക്കാനേ ആരും അറിയാതെ ഒരു ഭരണിക്കകത്താക്കി ഞാനത് നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ മൂടി വെച്ചിരിക്കുക, ആരും കാണില്ല. എന്തായാലും മാവ് തീർന്നു എന്നും പറഞ്ഞ് എല്ലാവരും ടെൻഷനോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാം.
രഞ്ജു നിന്റെ ബുദ്ധി അപാരം തന്നെ, നീ സൂപ്പറാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു രഞ്ജുവിനെ വാനോളം പുകഴ്ത്തുക. ഈ സമയമാണെങ്കിൽ വരുൺ അത് കേട്ടു. അത് കേട്ടതും പറ്റിയ അവസരം. വൈദ്യൻ അന്ന് തന്ന മരുന്നിൽ ഒരു പാക്കറ്റ് ബാക്കിയുണ്ട്. ആ ഒരു പാക്കറ്റ് അതിൽ കലക്കിയാൽ ഈ 3 ഗർഭിണിമാരുടെയും കാര്യം ഓക്കെ ആവും. എന്തായാലും 3 വയറ്റിലെയും കുഞ്ഞ് ഒരുമിച്ച് അറക്കലിൽ ഗർഭിണിയായ പെണ്ണുങ്ങൾ ഒരുമിച്ച് ആഘോഷനാവുന്നതും ഒരു രസമല്ലേ. എന്തായാലും അത് തന്നെ ഞാൻ പറ്റിയ അവസരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം താഴെയാണെങ്കിൽ നമ്മുടെ കാഞ്ചനയോട് രാധിക പറയുക, കാഞ്ചന നീ തിന്നു കഴിഞ്ഞില്ലേ, ഇപ്പോൾ അയ്യപ്പൻ നായരെ ഷിബുവിനെ വിളിച്ചിട്ടുണ്ടോ? ശരി മാമി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അയ്യപ്പേട്ടാ വാ 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 ഓടി വാ. എന്താ പെണ്ണുമ്പിള്ളേ ഇങ്ങനെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങോട്ട് വാ അയ്യപ്പേട്ടാ. ദേ ഗീതുവും രഞ്ജുവും രേഖപ്പാപ്പ ഒക്കെ ഉണ്ടാക്കിയ ഇതാണ് ഓംപ്ലേറ്റ്, വെജിറ്റബിൾ ഓംപ്ലേറ്റ്. നല്ല ടേസ്റ്റാ, കഴിച്ചു നോക്ക്. അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല അയ്യപ്പ, പിന്നെ വിശക്കുമ്പോൾ കഴിക്കാം, അത്രയേ ഉള്ളൂ എന്നും രാധിക. ഇത് കേട്ടതും ഇല്ല അങ്ങനെയൊന്നും അല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിപ്പെട്ടോ, ഒന്ന് കഴിച്ചു നോക്ക്. എന്നാൽ പിന്നെ ഞാൻ കഴിക്കാം. അതെ ഏതോ സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. കടലമാവ് കൊണ്ടുള്ള ഐറ്റം ആണോ? എനിക്ക് ധൃതിയില്ല, പതുക്കെ മതി എന്നും ഷിബു. അത് കേട്ടതും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിക്ക് ഷിബു, ഭക്ഷണത്തിന് ഇവിടെ കണക്കൊന്നും നോക്കാറില്ല, എല്ലാവരും കഴിക്കുക എന്നും പറയാം. അങ്ങനെ അയ്യപ്പൻ നായരും ഷിബു ഒക്കെ ഇരുന്നു. അങ്ങനെ എല്ലാവരും കഴിക്കുക. ഈ സമയം വരുൺ പതുങ്ങി പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പിന്നാമ്പുറത്തോടെ വന്ന് അടുക്കളയിലെ സ്റ്റോർ റൂമിലേക്ക് കയറി. എന്നിട്ട് അവിടെ മുഴുവനും തിരയുക. ഇത് തന്നെയാണ് പറ്റിയ അവസരം. ഈ സമയം എല്ലാം കലങ്ങിത്തെളിയും. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇവിടുത്തെ ഗർഭിണികളെല്ലാം അവസാനിക്കും, ഗർഭിണികളുടെ ഗർഭം കലക്കും എന്നും പറഞ്ഞുകൊണ്ട് വരുൺ അവിടെയൊക്കെ തേടുക. ഇതെന്താ മാവ് കാണാനില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് കമത്തി വെച്ചിരിക്കുന്ന പാത്രം വരുൺ കണ്ടത്. വരുൺ ആ പാത്രം നിവർത്തി. അതിനുശേഷം ആ പാത്രം തുറന്നു നോക്കി. ഇത് തന്നെ സാധനം എന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ആ പൊടിയെടുത്തതിന് ശേഷം ആ പൊടിയിലേക്ക് നോക്കി. എന്നിട്ട് എടി രേഖേ, നീ ഒരുപാട് നാളായി എന്നെ ഇട്ട് ഇതാക്കുന്നു, നിന്നെ ശരിയാക്കി തരാടി, വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് എന്നെ നീ എന്തൊക്കെ പാടുപെടുത്തി, എല്ലാത്തിനും ഞാൻ നിനക്ക് പണി തരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ആ പൊടി മൊത്തം ആ മാവിലേക്ക് ഇട്ടു. അതിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് കലക്കി മൂടി വെച്ച് രഞ്ജു വെച്ചതുപോലെ തന്നെ പാത്രം കൊണ്ട് കമഴ്ത്തി. അതിനുശേഷം കയ്യിൽ കഴുകി വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ പുറത്തൂടെ അങ്ങ് പോയി. അപ്പോൾ രേഖയ്ക്ക് ടെൻഷനായി. ഈശ്വര, ഇനി നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാവുമോ രഞ്ജു? എന്ത് ചെയ്യാനാ, എല്ലാവരും ഇങ്ങനെ കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. ഇനി അവസാനം നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് തിന്നേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ഗീതു ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് വരിക. കണ്ണേട്ടാ വാ, കണ്ണേട്ടാ നല്ല ടേസ്റ്റാ, നമുക്ക് കഴിക്കാം, വാന്നേ. അപ്പോൾ ഗോവിന്ദ അവിടെ ഇരിക്കുക, നിങ്ങൾ കഴിക്കുക ഗീതു, വന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയുവാണ്. ഈ സമയം വരുൺ പിന്നെ കൂടെ പതുങ്ങി വരിക. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ രാധിക ചോദിക്കുക, കാഞ്ചനെ മാവൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു മാമി, കഴിഞ്ഞു, ഇനി മാവൊന്നുമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ വരുൺ ഒന്നും അറിയാത്ത പോലെ പതുക്കെ വന്ന് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നതിന് ശേഷം എന്തായാലും ഇനി ഒന്നും അറിയാത്ത പോലെ എനിക്കും വേണം ഓംപ്ലേറ്റ് എന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ എനിക്കെന്താ. അത് കേട്ടതും അയ്യോ മാമ, എന്താ കാഞ്ചനാക്ക? മാമ മാവ് കഴിഞ്ഞു, ഇനി ഉണ്ടാക്കാൻ കഴിയില്ല. ഈശ്വര, മാവ് കഴിഞ്ഞോ എന്നും രേഖ. കഴിഞ്ഞു രേഖ പാപ്പ. അയ്യോ, എന്തൊരാഗ്രഹത്തോടെ കൊതിയോടെ മാവ് ഉണ്ടാക്കിയത്, ഇതിപ്പോൾ കഴിഞ്ഞല്ലോ, സാരമില്ല, വിഷമിക്കണ്ട, ഞാൻ വീണ്ടും മാവ് കലക്കാം എന്നും രേഖ പറയുക. അതിന് കടലമാവേ കഴിഞ്ഞു. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഗോവിന്ദ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈ സമയം രാധിക ഇനി എന്ത് ചെയ്യാൻ? എല്ലാവരും ഇഡ്ഡലി കഴിക്കി. അപ്പോൾ വരുൺ അതെന്താ ഇവിടെയുള്ള എല്ലാവരും കഴിച്ചു, എനിക്ക് മാത്രം എന്താ തരാത്തത് എന്നും ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനാ മാമ, ടേസ്റ്റ് കൊണ്ട് എല്ലാവരും കഴിച്ചു, അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോയത്. ഗർഭിണിയായ 3 പെണ്ണുങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ, അവർ 3 പേർക്ക് പോലും കിട്ടിയില്ല. പാവങ്ങൾ എന്നൊക്കെ പറയാം. ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്, ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു രേഖ ആകെ ഇതായിട്ട് നിൽക്കുക. അപ്പോൾ വരുൺ ഈ വീട്ടിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല, മറ്റുള്ളവർ വിശന്നിരുന്നാലും അവരവരുടെ വയറ് നിറയണം, അത് മാത്രമാണ് ഇവിടെ ഉള്ളവരുടെയൊക്കെ ചിന്ത, അമ്മയുടെ പോലും എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുക. അത് കേട്ടതും രേഖയ്ക്കും ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വരുണേട്ടൻ ഒന്നും കഴിക്കാതെയാണല്ലോ പോകുന്നത്, പാവം എൻ്റെ വരുണേട്ടൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖയും സങ്കടപ്പെട്ട് മുറിയിലേക്ക് പോവുകയാണ്. ഈ സമയമാണെങ്കിലും ഗീതുവിനോട് ഗോവിന്ദ് ചോദിക്കുക, എന്താ ഗീതു, മാവില്ലേ, ഞാൻ പോയി കടലമാവ് വാങ്ങിയിട്ട് വരട്ടെ? വേണ്ട കണ്ണേട്ടാ, അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട്. അതെ, ഇവിടെ ചിലവർ ഞങ്ങളെ തീറ്റിക്കാതിരിക്കാൻ ചില പ്ലാൻ ഇട്ടു. അതെ,
രാധിക അമ്മ കാഞ്ചനയോട് പറഞ്ഞതാ. കാഞ്ചനക്കയോട് പറഞ്ഞു, ഓംപ്ലേറ്റ് നമ്മളെ കൊണ്ട് കഴിപ്പിക്കരുത്. 3 ഗർഭിണികളും കൊതി വന്ന് കൊതിമൂത്ത് കഴിക്കാൻ കിട്ടാതെ ഭ്രാന്ത് പിടിക്കണമെന്ന്. അത് കേട്ട രഞ്ജു ഒരു ഐഡിയ ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ണേട്ടനിരിക്കേ ഓംപ്ലേറ്റ് നമുക്ക് ഉണ്ടാക്കാം. രേഖേച്ചിക്കും കൊടുക്കാം. പക്ഷെ വരുണേട്ടന് മാത്രം കൊടുക്കില്ല. എന്തായാലും ഇത് രാധികാമ്മയുടെ പ്ലാനല്ലേ. കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് എന്തോരം ഇരുന്ന് കഴിച്ച് വെട്ടി വിഴുങ്ങിയെന്നറിയാമോ? എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. എൻ്റെ കണ്ണ, നീ എന്തിനാ ഈ ഓംപ്ലേറ്റിന് കാത്തിരിക്കുന്നേ? എടാ, അത് വായിൽ വയ്ക്കാൻ കൊള്ളില്ലടാ. എഗ് ഓംപ്ലേറ്റിൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല. ശരിക്ക് കടലമാവ് ദോശ അത് തന്നെ പറയൂ, അല്ലാതെ വേറെ ഒന്നും അതിൽ പറയാനില്ല. ഞാൻ കഴിച്ചു നോക്കിയതല്ലേ, സത്യമായിട്ടും കടലമാവിലിട്ട് പച്ചക്കറി കലക്കി കഴിച്ച് ദോശ വിട്ട പോലെ ഉണ്ടറാ. വേറെ രുചിയൊന്നുമില്ല. രാധികാമ്മ കൂടുതലൊന്നും പറയണ്ട. രാധികാമ്മ ഇത് പറഞ്ഞ് എന്തോരം കഴിച്ചു. അത് പിന്നെ വിശന്നുകൊണ്ടല്ലേ കഴിച്ചത്. എന്നാ പിന്നെ ഇഡ്ഡലി കഴിക്കാം. അയ്യോ, ഇഡ്ഡലി ഇല്ല. ഇഡ്ഡലി എല്ലാം ഏതോ അനാഥാലയത്തിൽ കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ അയ്യപ്പണ്ണൻ എടുത്തോണ്ട് പോയി. ഈശ്വര, എന്തൊരു കഷ്ടമാണ് ഇത് എന്നൊക്കെ പറയാം. അപ്പോൾ രഞ്ജു, എന്തായാലും ഗീതു, ഞാൻ പോയി ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ രാധികാമ്മ അവിടെ ഇരിക്കുക, അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. സമാധാനായി. ഇന്നത്തോടെ ഗർഭിണികളുടെ വാക്കുകൾ അവസാനിക്കില്ല, കൂടും. കൂടിക്കൂടി എല്ലാത്തിനും ഭ്രാന്ത് പിടിക്കും. 3 ഗർഭിണികളും കൂടെ അലമുറയിട്ട് കരയുന്നത് എനിക്ക് കാണണം. അപ്പോൾ ഗീതു, എടി രാധികേ, നിൻ്റെ ഒരടവും ഇവിടെ ഫലിക്കില്ലടി. എൻ്റെ രഞ്ജു എല്ലാം കേട്ടതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്തായാലും ഞങ്ങൾ 3 ഗർഭിണികളും ഒറ്റക്കെട്ട. രാധികാമ്മയുടെ ഒരു കള്ളത്തരവും രഞ്ജുവിൻ്റെയും രേഖയുടെയും ഗീതുവിൻ്റെ മുൻപിൽ നടക്കില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഗോവിന്ദ്, ഗീതു ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇഡലിയും ഇല്ലല്ലോ, വിശക്കുന്നുമുണ്ട്. കണ്ണേട്ടൻ പേടിക്കാതിരിക്കേ, കണ്ണേട്ടനുള്ള ഓംപ്ലേറ്റ് ഇവിടെ കൊണ്ടുവരാം, ധൈര്യമായിട്ടിരിക്കുക കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ രഞ്ജു അടുക്കളയിലേക്ക് ചെന്നു. ഈ പാത്രത്തിൽ മാവ് കാലിയായി. കാഞ്ചനയുടെയും രാധികാമ്മയുടെയും പ്ലാൻ നടക്കും എന്നാണ് അവരുടെ സ്വപ്നം. എന്നാൽ അവരെക്കാളും ബുദ്ധിശാലിയാണ് ഞാനെന്ന് അവരറിഞ്ഞില്ലല്ലോ. എല്ലാം ഒളിച്ചതെന്ന് കേട്ട ഞാൻ മാവെടുത്ത് ഒളിപ്പിച്ചു വെച്ചതുണ്ടോ രാധികാമ്മയെ അറിയുന്നു. രാധികാമ്മയുടെ ഒരു കാര്യേ, എടി രാധികാമ്മേ, നീയേ എൻ്റെ അമ്മയുടെ ശത്രുവാ. അതുപോലെ എൻ്റെ അമ്മയുടെ ശത്രു ആയതുകൊണ്ട് നീ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഇടങ്ങണിട്ട് കാഞ്ചനയെ വിളിച്ചതും കാഞ്ചനയോട് പറഞ്ഞതും ഒക്കെ ഞാൻ കേട്ടു. എൻ്റെ ഗീതുവിനെയും എൻ്റെ രേഖേച്ചയൊക്കെ ഇങ്ങനെ വാക്കുകളും കൊതിമൂത്തിരുത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങളെല്ലാവരും കഴിക്കും. ഇനി ഡെയിലി തന്നെ ഉണ്ടാക്കി കഴിക്കും. ഞാൻ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഉപേക്ഷിച്ച് വെജിറ്റബിൾ ഓംലെറ്റ് തന്നെയായിരിക്കും ഇനി ഡെയിലി കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി നിൻ്റെ ആഗ്രഹം പോലെ ഒന്നും നടക്കില്ല. നീയായിരിക്കും കൊതിമൂത്ത് ചാകാൻ പോകുന്നത്. കണ്ടോടി രാധികെ, നിൻ്റെ അവസാനം ഞാൻ കുറിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു പതുക്കെ സ്റ്റോർ റൂമിലേക്ക് ചെല്ലുവാണ്. സ്റ്റോർ റൂമിൽ പോയി രഞ്ജു അവിടെ കമത്തി വെച്ചിരുന്ന ആ പാത്രം എടുത്ത് മാറ്റി അതിനുശേഷം ഭരണിയിൽ വെച്ചിരുന്ന ആ മൂടി ഓംപ്ലേറ്റ് മാവിൻ്റെ മൂടി തുറന്ന് മാവ് നോക്കിയപ്പോൾ നല്ല മണം. ആ മണം തന്നെ മൂക്കിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ ഇപ്പം തന്നെ മാവ് കോരി കഴിച്ചാലോ എന്നുണ്ട്. പക്ഷേ വേവിക്കാതെ കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രഞ്ജു അതും കൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അടുപ്പിനടുത്തിലേക്ക്. ഈശ്വര, അതിൽ വരുൺ കലക്കിയിരിക്കുന്നത് കലങ്ങിപ്പോകാനുള്ള മരുന്നാണ്. അത് വയറ്റിലുള്ള കുഞ്ഞ് കലങ്ങിപ്പോകാനുള്ള മരുന്ന്. രഞ്ജുവും രേഖയും ഗീതുവും അത് കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഗോവിന്ദും അത് കഴിക്കാൻ തന്നെ വന്നിരിക്കുക. എന്നാൽ ഗോവിന്ദൻ്റെ വയറ്റിൽ കുഞ്ഞൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഇതിൽ നമ്മുടെ ഗോവിന്ദും അത് കഴിച്ചു കഴിഞ്ഞാൽ ആകെ അവസ്ഥപ്പെടും. വരുൺ ചെയ്ത ഈ കൊടും ക്രൂരത സഹിക്കാൻ ഗോവിന്ദന് കഴിയോ? 3 ഗർഭിണികളും ആ വീട്ടിൽ വെച്ച് തന്നെ അബോഷനായി പോകുമോ? ഗോവിന്ദനത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. കാരണം ഒരുപാട് മോഹിച്ചിട്ടാ ഗീതുവിൻ്റെ വയറ്റിൽ തൻ്റെ കുഞ്ഞ് വന്നിരിക്കുന്നത്. ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ വരുണും രാധികാമ്മയും പിന്നെ അറയ്ക്കലിൻ്റെ പടിക്ക് പുറത്താണ്. അർഹിക്കാത്തത് ചെയ്താൽ അർഹിച്ചത് ചോദിച്ചു മേടിക്കുമെന്നുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത്. വരുൺ ചെയ്ത കൊടും ക്രൂരത സഹിക്കാൻ പറ്റാതെ നമ്മുടെ ഗോവിന്ദ് അവരെ ഇറക്കി വിടുമോ? ഇനി വരുൺ കലക്കി വെച്ച ആ പൊടി അവർ കഴിച്ച് അതിൽ നിന്നും അവർക്ക് അബോക്ഷനാവോ? കുഞ്ഞ് നഷ്ടപ്പെടുമോ? അങ്ങനെ കുഞ്ഞ് നഷ്ടപ്പെട്ട രഞ്ജുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഗീതുവിനും രേഖയ്ക്കും കുഞ്ഞ് പോകുമെന്നേ ഉള്ളൂ. എന്നാൽ ആ അസുഖം ബാധിച്ച രഞ്ജു ജീവൻ തന്നെ ആപത്തിലാണെന്ന് അറിഞ്ഞിട്ടും
ഒരു അമ്മയാകണമെന്നുള്ള മോഹം, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് തനിക്ക് ഒരു അമ്മയാകണം എന്നുള്ള തൻ്റെ ആഗ്രഹം, അതാണ് നമ്മുടെ വരുൺ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും? അറയ്ക്കൽ തറവാടിനെ ഇളക്കി മറിച്ച് വെജിറ്റബിൾ ഓംപ്ലേറ്റ് അവർക്ക് പാരയാകോ എന്നുറപ്പായിട്ടും തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നതാണ് തകർപ്പൻ വിശേഷങ്ങൾ. കുറച്ച് കോമഡിയും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന എപ്പിസോഡുകളാണെങ്കിലും ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ ട്വിസ്റ്റ്. ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കാം. അതെ, വരുണിൻ്റെയും രാധികാമ്മയുടെയും കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇനി ഗോവിന്ദും വിജയലക്ഷ്മിയും ഗീതുവും പിന്നെ നമ്മുടെ രാധികയെ പുറത്താക്കാനുള്ള 18ാം അടവുമായി മുന്നോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ വരുണും എല്ലാവരും പുറത്തു വന്ന രേഖ അവിടെ തന്നെ ഉണ്ടാവും. അറയ്ക്കലിലെ രേഖയ്ക്കുള്ള എല്ലാ അധികാരവും അവകാശവും ഗോവിന്ദ് കൈമാറും എല്ലാവർക്കും. ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.